ഓണമൊക്കെ വരികയാണ്, ഓണപ്പടങ്ങൾ വരികയാണ്. അപ്പോൾ ഓണപ്പടത്തിൽ ഇപ്പോൾ ഹോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന 3 പടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഈ 3 പടവും കണ്ടിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഈ പടങ്ങളൊന്നും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതായിരിക്കും ആദ്യം കാണാൻ പോകുന്നത്, ആൻഡ് എന്തുകൊണ്ടായിരിക്കും അത് കാണാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ആണിതിപ്പോൾ ഞാൻ ചെയ്യുന്നത്. സോ ഹൃദയപൂർവ്വം, ലോക ദി ചാപ്റ്റർ 1, പിന്നെ ഓടും കുതിര ചാടും കുതിര, അങ്ങനെ ഈ 3 പടമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സോ ഈ 3 പടങ്ങളെക്കുറിച്ച് ഞാനൊരു അനാലിസിസ് നടത്തുകയാണ്. അപ്പോൾ ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പടമാണ് എനിക്ക് പേഴ്സണലി കാണാൻ താല്പര്യമുള്ള പടം. പ്രധാനമായിട്ടും അതിൽ മോഹൻലാൽ സത്യനന്ദിക്കാട് എന്ന് പറയുന്നൊരു കോംബോ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പടം കാണാൻ എനിക്ക് താല്പര്യം. പിന്നെ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് നോക്കുന്നെങ്കിൽ മാളവിക മേനോനുണ്ട്, സംഗീത് പ്രതാപുണ്ട്, നമ്മുടെ പ്രേമലുവിലൊക്കെയുള്ള, പിന്നെ സംഗീത ചിന്താവിഷ്ടയായ ശ്യാമളയിലൊക്കെ ഉണ്ടായിരുന്ന സംഗീത ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ പടം സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ ആയതുകൊണ്ട് തന്നെ വേറെ ആരൊക്കെയാണുള്ളത്, ആരാണിതിൻ്റെ മ്യൂസിക് എന്നൊന്നും പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. വെറുതെ പോവുക, 2 മണിക്കൂർ എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. ഒരു ഭയങ്കരമായിട്ടും തമാശ കണ്ട് ചിരിക്കുക എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനോ, അല്ലെങ്കിൽ അറിയാമല്ലോ സത്യനന്ദിക്കാടിൻ്റെ പടം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ലൈക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ കാണുന്നൊരു പടമാണ്. അത് നമുക്ക് ഒരു ഫാൻ ഷോ പോലെയോ അല്ലെങ്കിൽ നമുക്ക് കൈയടിച്ച് അർമാദിച്ച് കാണുന്ന പടമൊന്നുമല്ല. ജസ്റ്റ് ഒരു നോർമൽ പീസ്ഫുൾ മൂവി ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെയുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന പടമാണ്. ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, നസ്ലൻ ആൻഡ് കല്യാണി പ്രിയദർശൻ അഭിനയിച്ച പടമാണ്. ഇതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആ ട്രെയിലർ കണ്ടപ്പോഴാണ്. ഒരു സൈഫൈ പടമാണ്. ഈ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു പടം നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു സൈഫൈ ജോൺറയിൽ വരുന്നൊരു പടം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതും എനിക്ക് കാണണം എന്നുള്ളതുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് പോസിറ്റീവ്സൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നിൻ്റെ റിവ്യൂസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടില്ല. കാരണം ഒരു പടം കണ്ട് എൻ്റെ എന്താണോ അഭിപ്രായം എനിക്ക് തോന്നുന്നത് അതെനിക്ക് ഇപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുകയാണെങ്കിലും പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുറേ പേര് ചിലപ്പോൾ നെഗറ്റീവ് പറയുമായിരിക്കാം. സോ അത് നമുക്ക് നേരത്തെ നമ്മളത് മൈൻഡിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തന്നെയായിരിക്കും ഒരു എക്സ്പെക്റ്റേഷനിലായിരിക്കും നമ്മൾ പടം കാണുന്നത്. പിന്നെ ഉള്ളത് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന പടമാണ്. ഫഹദ് ഫാസിൽ ആൻഡ് കല്യാണി പ്രിയദർശൻ. സോ ഈ 2 പടത്തിലും കല്യാണി പ്രിയദർശൻ ഉണ്ടെന്നുള്ളതാണ്. ആൻഡ് പേഴ്സണലി കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളതൊരു ആവറേജ് ആക്ട്രസ് എന്നാണ്. ഒരു നമുക്ക് അഭിനയം കണ്ട എക്സൈറ്റ്മെൻറ്റ് എന്നൊന്നും തോന്നിയിട്ടില്ല. ഗുഡ് ലുക്കിംഗ് ആണ്. ആക്ടിങ് വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. സോ ഇതിലും കല്യാണി പ്രിയദർശനാണുള്ളത് വിത്ത് ഫഹദ് ഫാസിൽ. അപ്പോൾ ഇതിൽ ഫഹദ് ഫാസിലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഓൾസോ അൽത്താഫ് എന്ന് പറയുന്ന ഡയറക്ടറും. അൽത്താഫ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറയുന്ന നിവിൻ പോളിയുമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ ആ ഫഹദും അൽത്താഫും ഇവരുടെ ഒരു കോംബോ എങ്ങനെയായിരിക്കും, അൽത്താഫിൻ്റെ ഡയറക്ഷനിൽ ഫഹദ് എങ്ങനെയായിരിക്കും സിനിമയിൽ കാണുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ആ ഒരു ഫീല് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ തന്നെയാണ്. ആസ് യൂഷ്വൽ ഫഹദിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമയൊക്കെ നോക്കുമ്പോഴറിയാം വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സായിരിക്കും. അതൊരു കോമഡി ഡ്രാമ ജോൺറയിൽ വരുന്നതാണ്. അപ്പോൾ അതും ഒരു പ്രത്യേക മൈൻഡ് സെറ്റിൽ പോയി കാണേണ്ട ഒരു പടമാണ്.
സോ 3 പടവും നമുക്ക് ഒരു ഡിഫറെൻ്റായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് അത്. ഈ ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വെറൈറ്റി ആയിരിക്കും, കംപ്ലീറ്റ്ലി വെറൈറ്റി ഫ്രം ദി അതർ ടു. അതുപോലെ ഫാൻറ്റസി പടം ലോക എന്ന് പറയുന്നതും ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ആസ് യൂഷ്വൽ സത്യനന്ദിക്കാട് മോഹൻലാൽ ടൈപ്പ് പടമായിരിക്കും. അപ്പോൾ ഇത് 3ഉം കണ്ട് ഇതിൻ്റെ അഭിപ്രായം പറയണമെന്ന് എനിക്കുണ്ട്. എന്തായാലും ഹൃദയപൂർവ്വമാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സോ അത് കഴിഞ്ഞ് ലോക ഓർ മേ ബി ഓടും കുതിര ആയിരിക്കും. സോ ലോക കാണണം എന്ന് എനിക്കുണ്ട്, അതിൻ്റെ കുറച്ച് പോസിറ്റീവായിട്ട് എനിക്ക് ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോക മേ ബി സെക്കൻഡ് പ്രിഫറൻസ് ആയിരിക്കും. ആൻഡ് ഓടും കുതിര അതും ഒരു ട്രൈ ചെയ്ത് നോക്കാം. പടം കണ്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായം ഞാൻ പറയാം.